അന്നവിടെ വെച്ച് നടന്നത് ആർക്കും മറക്കാൻ പറ്റാത്തതായിരുന്നു. അവരുടെ മണ്ണിൽ അവരുടെ ദേശക്കാർ കൂടി നിൽക്കെ കണ്ണീരിൽ കുതിർന്നാണ് ആ വീരന്മാർ മടങ്ങിയത്. എന്നാൽ കഥ അവിടം കൊണ്ട് അവസാനിച്ചിരുന്നില്ല. അന്നവർ കൊളുത്തുവിട്ട ചെറിയ തീനാളം കത്തിപ്പടർന്നൊരു കാട്ടുതീയായി മാറി. അന്നു മുതൽ കടന്നുപോയ ഓരോ മാസവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും അവരാ കണക്കു തീർക്കാൻ വിതുമ്പിക്കൊണ്ടിരുന്നു. ഒടുക്കം ആ ക്രിസ്തുമസ് രാത്രി വന്നെത്തി. നാടും നഗരവും താണ്ടി കാടും മലകളും കയറി ആ നരകഭൂമിയെ ലക്ഷ്യമാക്കി മഞ്ഞ പുതച്ച പടയാളികൾ ഒത്തുകൂടി. പിന്നെ അവിടെ നടന്നത് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പോരാട്ടമായിരുന്നു. ശക്തരെന്ന് സ്വയം വിശേഷിപ്പിച്ചവരുടെ പൈശാചികമായ നിഗ്രഹമായിരുന്നു. ഇന്നിവിടെ വിജയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, മറിച്ച് ഇവരെ നെഞ്ചിലേറ്റിയ, അത്രമേൽ ഇവരെ വിശ്വസിച്ച, അവസാന വിജയ വിസിൽ മുഴങ്ങുന്നത് വരെയും തൊണ്ട പൊട്ടി ആർത്തു വിളിച്ച ഈ ആരാധക കൂട്ടർ തന്നെയാണ്. With so much pride and respect, നമസ്കാരം എവർക്കും ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒക്ടോബർ 8 നടന്ന മുംബൈ ബ്ലാസ്റ്റേഴ്സ് പോരാട്ടത്തിലെ പരാജയത്തിന് ശേഷം രാത്രി ഉറങ്ങാൻ പറ്റാതെ കിടക്കെ കിടന്ന് പിറുപിറുത്തിട്ടുണ്ട്. അന്ന് നടന്ന സംഭവ വികാസത്തിന്റെ പേരിൽ കൊച്ചിയിലേക്ക് വട കാണിച്ചു തരാം എന്ന് നമ്മൾ പുലമ്പിയിട്ടുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ആരാധക കൂട്ടം അതിനെ അത്രമേൽ ഉള്ളിലേക്ക് എടുക്കുമെന്ന്. അന്ന് ആ മത്സരം ഓരോ ആരാധകന്റെയും ഉള്ളിലുണ്ടാക്കിയ മുറിവ് എത്രത്തോളമാണ് എന്നുള്ളതിന്റെ ഉത്തരമായാണ് ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ ആരാധകർ തടിച്ചുകൂടിയത്. അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ മഞ്ഞ പുതച്ച ഒരു നരകം ഇന്ന് ഞാൻ കണ്ടു. ആ ആരാധക കൂട്ടത്തിന്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗ് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഇപ്പോ നമുക്ക് ഈ മത്സരത്തെ പറ്റി സംസാരിച്ചു തുടങ്ങാം. കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പിൽ നിന്നും ഒറ്റ മാറ്റം. അസറിന് പകരം ഡാനിഷ് ഫറൂഖ് കളത്തിലേക്ക് വന്നു. മുംബൈ നിരയും അതിശക്തമായി തന്നെ ഒരുങ്ങി. കഥ ആരംഭിക്കുന്നത് മത്സരത്തിന്റെ 10ാം മിനിറ്റിലാണ്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണിയുടെ ആദര സൂചകമായിട്ട് സ്റ്റേഡിയത്തിൽ നമ്മൾ ഇരുന്ന ഭാഗത്ത് ഒരു ടിഫോ തലയിലൂടെ വന്നു വീണു. അതിനു മുൻപും സ്റ്റേഡിയത്തിന് ചുറ്റും ടിഫോകൾ വീണു. പക്ഷെ ഈ ഒരു ടിഫോയുടെ കാര്യം മാത്രം എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിങ്ങനെ വന്ന് മറഞ്ഞ സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടുന്നത്. അതായത് ആദ്യ ഗോൾ ഞാൻ കണ്ടില്ല. ബട്ട് ഡോണ്ട് വറി, കളി കഴിഞ്ഞിട്ട് ഹൈലൈറ്റ്സ് ഇരുന്ന് കണ്ടു. വിങ്ങിൽ നിന്ന് പന്തെടുത്ത് മുംബൈ ബോക്സിനകത്തേക്ക് കുതിച്ചു കയറിയ പെപ്ര തന്റെ സഹ സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രിയോസിന് പന്ത് മറിച്ചു കൊടുക്കുന്നു. ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് ഒരു വൺ ടച്ച് ടേണിൽ മുംബൈ സിറ്റി എഫ്സിയുടെ എൻറ്റയർ ഡിഫൻസിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു ഏർലി ലീഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകി. ഈ സ്റ്റേഡിയത്തെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞവർ ആദ്യ 10 മിനിറ്റിൽ വിറങ്കലിച്ചു പോയി. നിങ്ങളുടെ നരകത്തിലേക്ക് ഞങ്ങൾ നെഞ്ചും വിരിച്ച് കടന്നു വരുമെന്ന് പറഞ്ഞവർ സ്ട്രെച്ചറിൽ കടന്നുപോയി. തുടക്ക നിമിഷങ്ങളിൽ തന്നെ ആ നരകത്തിന്റെ ചൂട് മുംബൈ താരങ്ങൾ അറിഞ്ഞു തുടങ്ങി. എന്നാൽ അതിനുശേഷം വീണ്ടും ഊർജ്ജം ഉൾക്കൊണ്ട് തങ്ങളുടെ തോൽവിയരത്ത് യാത്ര നശിപ്പിക്കാതിരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ബോക്സിനകത്തേക്ക് ഇടിച്ചു കയറിയ ഓരോ മുംബൈ താരങ്ങളും മിലോസ് ലെസ്കോ വാളിലിടിച്ച് നിലം പരിശായി. അതിതന്ത്രശാലിയും ആരാലും മാർക്ക് ചെയ്യപ്പെടാൻ സാധിക്കാത്തതുമായ പെരേര ഡയസിനെ മിലോസ് ഡ്രിങ്കിച്ച് ചങ്ങലക്കിട്ടു. വലത് വിങ്ങിൽ പ്രീതം കോട്ടാൽ എന്ന ഓപ്ഷൻ ആദ്യം ചടപ്പിച്ചെങ്കിലും കളി ആരംഭിച്ചപ്പോൾ തന്നെ മനസ്സിലായി 180-ൽ പരം ISL മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ടൈഗർ ആരാണെന്ന്. പ്രീതം കോട്ടാൽ ആഞ്ഞൊന്ന് നിലയുറപ്പിച്ചാൽ എത്ര വേഗത്തിലോടുന്ന ബിപിൻ സിംഗും മുട്ടുകുത്തും. ഇടത് വിങ്ങിലെ നവോച്ച മറഞ്ഞു നിന്നതുകൊണ്ടാവാം മുംബൈ താരമായ ലാലിൻ സ്വാല ചാങ്തിയെ കണ്ടതേയില്ല. പക്ഷെ മത്സരം ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. വിപിൻ മോഹൻ പരിക്ക് പറ്റി പുറത്തേക്ക് പോകുന്നു. അത് തീർച്ചയായിട്ടും ഏറെ വേദനിപ്പിച്ചു. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അയാൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിപിന് പകരക്കാരനായി അസറാണ് പിന്നീട് കളത്തിലേക്ക് വരുന്നത്. ശേഷം ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുമ്പ് മുംബൈ ബോക്സിനകത്ത് രാഹുൽ KPക്ക് ഒരു സുവർണാവസരം ലഭിച്ചു. ഒരു ക്രോസിൽ നിന്നും തട്ടിത്തെറിച്ചു വന്ന പന്തിനെ ഇടത് കാലുകൊണ്ടെടുത്ത രാഹുൽ KPയുടെ ഷോട്ട് പോസ്റ്റിലിടിച്ച് തെറിച്ചുപോയി. ആ കാഴ്ച എല്ലാവരെയും നിശബ്ദരാക്കി. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ ദിമിത്രിയോസ് ബോക്സിനകത്തേക്ക് ഇടിച്ചു കയറി. അത്രമേൽ ആത്മവിശ്വാസത്തോടെ മുംബൈ ബോക്സിനകത്തേക്ക് വളരെ നേരം ഹോൾഡ് ചെയ്ത് ചിന്തിച്ച് പെപ്രയിലേക്ക് ആ പന്ത് മറിച്ചു കൊടുക്കുന്നു.
ഗോൾ കീപ്പറെയും മുംബൈ ഡിഫൻസിനെയും നോക്കുകുത്തികളായിട്ട് പെപ്ര തൊടുത്തുവിട്ട ആ ഷോട്ട് ഗോൾ വല പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നു. അന്നിവിടെ വന്നപ്പോൾ അയാൾ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു. കളത്തിലെ വെറും കാഴ്ചക്കാരനായിരുന്നു. പന്ത് കാലിൽ ഒതുക്കാൻ പോലും അറിയാത്തവനായിരുന്നു. എന്നാൽ കോച്ച് അയാളെ വീണ്ടും വീണ്ടും കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടേയിരുന്നു. അതിന്റെ കൃത്യമായ ഉത്തരം ഇന്ന് അയാൾ നമുക്ക് മുൻപിൽ കാണിച്ചു തന്നു. ആവേശകരമായ വിജയ ഗോൾ നേടിക്കൊണ്ട് ഈ നരകപൂർണമായ മത്സരം അവസാനിക്കുമ്പോൾ അയാൾ നമ്മുടെ നായകനാവുന്നു. ക്വാമെ പെപ്ര, ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്, മോർ യെറ്റ് ടു കം. ഇതിനെ ആസ്പദമാക്കി വേറൊരു സംഭവം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തുടർച്ചയായി നിറം മങ്ങി. ശരിയാണ്, ചില മുന്നേറ്റങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ രാഹുൽ കെപിക്ക് സാധിച്ചില്ല. അതിന്റെ ഭാഗമായി അയാളെ സോഷ്യൽ മീഡിയയിൽ അബ്യൂസ് ചെയ്യുന്നവർ അറിയാൻ വേണ്ടി പറയട്ടെ. മുൻപ് നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പിച്ച മത്സരങ്ങൾ ഈ മലയാളി പയ്യൻ തന്റെ ഇൻഡിവിജ്വൽ അബിലിറ്റി കൊണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ പാടി നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒന്ന് ഇടറുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ക്രൂശിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഈ മത്സരത്തിലേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ കെപി ഒരു ഹ്യൂജ് എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അയാളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഒരു ജ്വാലയായി പടർന്നു പിടിക്കും. അത് മറ്റാരെക്കാളും നമുക്കറിയാം. ബിക്കോസ് ഹീ ഈസ് അവർ ബോയ്. രാഹുൽ കെപി എന്ന വ്യക്തിയുടെ അബിലിറ്റി എന്താണെന്ന് ആർക്കും ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡെഫിനറ്റ്ലി ഹീ വിൽ ബൗൺസ് ബാക്ക്. അതുവരെ അയാളെ വിമർശിക്കരുത് എന്നല്ല, വിമർശനത്തിൽ നിലവാരമില്ലായ്മ കാണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ആവേശകരമായ ആദ്യ പകുതിക്ക് ശേഷം പിന്നീട് 2ാം പകുതി ആരംഭിച്ചു. യെസ്, ഒരുപാട് ഗോളുകൾ പ്രതീക്ഷിച്ചു, പക്ഷേ സംഭവിച്ചില്ല. പിന്നീട് 2ാം പകുതിക്ക് ഒരു എനർജി ഫീൽ ചെയ്തത് മത്സരത്തിന്റെ 80ാം മിനിറ്റിൽ പ്രബീർ ദാസ് കളത്തിലേക്ക് വന്നപ്പോഴാണ്. ആ സ്റ്റേഡിയത്തിന്റെ വൈബ് തന്നെ അങ്ങ് മാറി മറിഞ്ഞു. ലൂണ ഇല്ലാതെ ഈ ടീം എവിടെയും എത്താൻ പോകില്ല എന്ന് കൊണമറിഞ്ഞവരുടെ അണ്ണാക്കിലേക്ക് അവസാന വിസിലടിച്ചു. ഒടുക്കം കാത്തുവെച്ച ആ കണക്ക് നല്ല വെട്ടിപ്പായിട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഗോൾ കീപ്പർ സച്ചിൻ മുതൽ കളിച്ച എല്ലാവരും നല്ല രീതിയിലുള്ള എഫേർട്ട് ഈ മത്സരത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസിനെ ഏറെ സുന്ദരമാക്കാൻ ഇവാനും പിള്ളേരും നമുക്കൊരു മനോഹര വിജയം തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആശ്വാസത്തോടെ സന്തോഷത്തോടെ ഒന്ന് കിടന്നുറങ്ങട്ടെ. വീഴ്ചപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് മറക്കരുത്. ബൈ. സ്പെഷ്യലായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകത്തിന്റെ പേര് ഓട് മുംബൈ കണ്ടംപള്ളി, 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 ഓട് മുംബൈ കണ്ടംപള്ളി.